നമസ്കാരം. ഗാസയെ അമേരിക്ക ഏറ്റെടുത്താൽ എങ്ങനെയുണ്ടാകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ നിങ്ങൾക്കായി പുതിയ ഗാസയുടെ ദൃശ്യാവതരണവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തകർന്ന ഗാസ തെരുവുകളിലൂടെ നടക്കുന്ന ആളുകളെയും തോക്കുധാരികളെയും കാണിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത്. ഗാസയിൽ അടുത്തത് എന്തെന്ന ചോദ്യത്തിൽ നിന്നാണ് ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ അത്യാഡംബരപൂർവ്വമായി ഗാസയിലേക്കുള്ള പരിണാമ വീഡിയോ കാണിക്കുന്നതും. ഈ ആഡംബരങ്ങൾ ആസ്വദിക്കുന്ന ട്രംപിന്റെ ഉപദേഷ്ടാവ് ഇലോൺ മസ്കിനെയും നമുക്ക് കാണാം. കൂടാതെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 33 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പലതവണയായി ഇലോൺ മസ്കിനെ കാണിക്കുന്നു. യുദ്ധം തകർത്ത ഗാസയെ വിദേശ സഞ്ചാരികൾ അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന ഒരു ബീച്ച് സിറ്റിയാക്കാനുള്ള തന്റെ ഭാവനയാണ് ട്രംപ് ഉപയോഗിച്ച് ദൃശ്യാവൽക്കരിച്ചിരിക്കുന്നത്. സഞ്ചാരികളുടെ പരദീസയാകാനിരിക്കുന്ന ഗാസയിൽ ട്രംപിന്റെ സ്വർണ്ണ ശില്പം ഉയരുന്നതും മസ്ക് അവിടെ സ്ട്രീറ്റ് ഫുഡ് ആസ്വദിക്കുന്നതും നെതന്യാഹുവും ട്രംപും ബീച്ചിനരികെ വെയിൽ കാഞ്ഞിരിക്കുന്നതും നിർമ്മിത വീഡിയോയിലുണ്ട്. എന്നാൽ വീഡിയോയുടെ ഉറവിടം ഏതാണെന്നോ ആരാണ് നിർമ്മിച്ചതെന്നോ വ്യക്തമല്ല. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ട്രംപ് ഇതുവരെയും പങ്കുവച്ചിട്ടുമില്ല. വീഡിയോ ലിങ്ക്ഡിൻ, എക്സ്, ഇൻസ്റ്റഗ്രാം എന്നീ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇപ്പോൾ അതിവേഗത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പാലസ്തീനികളെ ഗാസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനും അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ട്രംപിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇത്. അതേസമയം ഗാസ 2025 എന്ന പേരിൽ ട്രംപ് പുറത്തുവിട്ട വീഡിയോ യുദ്ധഭീകരത നേരിട്ട ജനതയുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്തതാണെന്നും അവരെ അപമാനിക്കുന്നതാണെന്നും സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. യുദ്ധത്താൽ തകർന്ന ഗാസയിലെ ജനതയെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റി അമേരിക്ക ഗാസ മുനം ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ ആശയം. ഇതിനെതിരെ ലോകമാകെ എതിർപ്പ് ഉയരുന്നുണ്ടെങ്കിലും ഇസ്രായേലി നീക്കത്തിനെ പിന്തുണച്ചിരിക്കുകയാണ്. തകർന്ന കെട്ടിടങ്ങളുള്ള ഗാസ മുനമ്പിൽ വിദേശ സഞ്ചാരികളും നൃത്തം ചെയ്യുന്ന സുന്ദരികളും ഹോട്ടലുകളും ശീതള പാനീയശാലകളും നിറയുന്നതാണ് ട്രംപിന്റെ ഭാവന. സ്വന്തം പേരുള്ള പ്രതിമകളും ചിത്രങ്ങളും കൊടികളും നിരവധിയുണ്ട് ട്രംപിന്റെ ഭാവനയിലെ ഗാസയിൽ. ഭയത്തിൽ നിന്ന് ഗാസയെ മോചിപ്പിക്കുന്ന രക്ഷക വേഷത്തിലാണ് ട്രംപ് വീഡിയോയിലുടനീളം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക ഏറ്റെടുത്താൽ ഗാസ മുനമ്പിന് ശോഭനീയ ഭാവയും പുതുജീവിതയും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇനി ഗാസയിൽ ഭയവും ടണലുകളും ഇല്ലെന്നും ട്രംപ് നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നും വീഡിയോയിൽ പറയുന്നു. എന്നാൽ ഗാസ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയല്ലെന്നും ഇത് വളരെ വിവേകശൂന്യമായി പോയെന്നും ചിലർ കമന്റിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാലസ്തീൻ ജനതയെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമം അറബ് രാജ്യങ്ങളും പാലസ്തീൻ ജനതയും പിന്തള്ളിയിരുന്നു. പാലസ്തീനിലെ നിരവധി ആളുകളാണ് കിടപ്പാടം നഷ്ടപ്പെട്ട അഭയമില്ലാതെ ടെന്റുകളിലും മറ്റുമായി ഇപ്പോൾ താമസിക്കുന്നത്. യഥാർത്ഥമായി എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അന്തസ്സോടെ ഇനിയുള്ള കാലം ജീവിക്കാൻ ഇസ്രായേലിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലം നൽകുകയാണ് വേണ്ടതെന്ന് റഫയുടെ മേയറായ അഹമ്മദ് അൽ സൗഫി പറയുന്നു. ഫെബ്രുവരി ആദ്യത്തോടെയാണ് ലക്ഷക്കണക്കിന് വരുന്ന പാലസ്തീൻ ജനതയെ ഗാസയിൽ നിന്ന് കുടിയിറക്കി ജോർദാനിലേക്കും അതോടൊപ്പം തന്നെ ഈജിപ്തിലേക്കും മാറ്റി പാർപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. US ഏറ്റെടുത്താൽ പാലസ്തീൻ ജനതയ്ക്ക് പിന്നീട് ഗാസയിൽ അവകാശമുണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ നീക്കത്തിനെതിരെ USന്റെ സഖ്യകക്ഷികളിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ നീക്കത്തെ ഇസ്രായേൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബലപ്രയോഗത്തിലൂടെ ഇത് നടപ്പിലാക്കാനാണ് ട്രംപിന്റെ പദ്ധതിയെങ്കിൽ മനുഷ്യാവകാശ ലംഘനമായി ഇതിനെ പരിഗണിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധരും അറിയിച്ചിട്ടുണ്ട്. ഈജിപ്തിനെയും ജോർദാനെയും അനുനയിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി ഫോക്സ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു. 15 മാസത്തെ യുദ്ധത്തിന് ശേഷം ജനുവരി മുതൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്. ഇസ്രായേലും ഹമാസും ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കെയാണ് ട്രംപ് ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതും.